സ്വീകരണ സമ്മേളനം സംഘടിപ്പിച്ചു. യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക അബൂൻമോർ ബസേലിയോസ് ജോസഫ് ബാവ തിരുമേനിക്ക് ആദരമർപ്പിച്ച് 2025 ഓഗസ്റ്റ് 4-ന് തിരുവനന്തപുരം പാറ്റൂർ സെയിന്റ് തോമസ് മാർത്തോമാ സിറിയൻ ദേവാലയത്തിൽ വെച്ച് സ്വീകരണം നൽകി. തുടർന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ അധ്യക്ഷതയിൽ നടത്തപ്പെട്ട അനുമോദന സമ്മേളനം കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി. ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ, ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി, പാളയം ഇമാം സുഹൈബ് മൗലവി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് വൈകിട്ട് 7 മണിക്ക് നാലാഞ്ചിറ ഗിരിദീപം കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തപ്പെട്ട സ്നേഹസന്ധ്യയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുഖ്യാതിഥിയായിരുന്നു. മോറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ അബൂൻമോർ ബസേലിയോസ് ജോസഫ് ബാവയെ കുരിശുമാല അണിയിച്ച് ആദരിച്ചു. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ക്രമീകരണങ്ങൾക്ക് മോറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയും മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനാധിപൻ അഭിമന്യ ഐസക് മാർ ഫീലക്സിനോസ് മെത്രാപ്പോലീത്തയും സമ്മേളനത്തിന് നേതൃത്വം നൽകി. റൂബി ജൂബിലി ആഘോഷിച്ചു. മേരി മക്കൾ സന്യാസിനി സമൂഹത്തിന്റെ സഹസ്ഥാപക ബഹുമാനപ്പെട്ട മദർ മേരി കല്ലറയ്ക്കലിന്റെ സ്വർഗപ്രവേശനത്തിന്റെ റൂബി ജൂബിലി ജൂലൈ 29-ന് തിരുവനന്തപുരം പോങ്ങുമൂട് പ്രൊവിൻഷ്യൽ ഹൗസിൽ വെച്ച് ആഘോഷിച്ചു. മോറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ പോങ്ങുമൂട് പ്രൊവിൻഷ്യലേറ്റ് ചാപ്പലിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് റൂബി ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് അനുസ്മരണ സമ്മേളനം മേരി മക്കൾ സന്യാസിനി സമൂഹം മദർ ജനറൽ മദർ ലിഡിയ DM ഉദ്ഘാടനം ചെയ്തു. 6 പ്രൊവിൻസുകളിൽ നിന്നും പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ്, സിസ്റ്റേഴ്സ് എന്നിവർ സന്നിഹിതരായിരുന്നു. പ്ലീനറി കൗൺസിൽ നടത്തപ്പെട്ടു. മേരി മക്കൾ സന്യാസിനി സമൂഹം തിരുവനന്തപുരം പോങ്ങുമൂട് സെന്റ് മേരീസ് പ്രൊവിൻഷ്യൽ ഹൗസിൽ വെച്ച് ജൂലൈ 26 മുതൽ 28 വരെ പ്ലീനറി കൗൺസിൽ നടത്തപ്പെട്ടു. 28-ന് മോറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ സുപ്പീരിയേഴ്സിനെ സന്ദർശിക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു. പ്രൊവിൻസിലെ എല്ലാ കോൺവെന്റുകളിൽ നിന്നുള്ള സുപ്പീരിയേഴ്സ് മീറ്റിംഗിൽ സംബന്ധിച്ചു. സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. പൂനെ കട്കി സെന്റ് എഫ്രൈം ഭദ്രാസനത്തിന്റെ സാമൂഹിക ക്ഷേമ വിഭാഗമായ സേവയുടെ ആഭിമുഖ്യത്തിൽ കട്കി സർവത്ര വിഹാറിലെ വനിതകൾക്കായി നടത്തിയ തയ്യൽ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് ജൂലൈ 29-ന് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ക്രമീകരണങ്ങൾക്ക് സേവാ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിപിൻ രാജ് നേതൃത്വം നൽകി. ബോധവൽക്കരണ സെമിനാർ നടത്തപ്പെട്ടു. പൂനെ കട്കി ഭദ്രാസനത്തിലെ ആന്ധ്രാപ്രദേശ് ബാപ്പട്ല മിഷനിലെ മല്ലേല വഴിപ്പേമിൽ വെച്ച് ജൂലൈ 18-ന് ഗ്രാമീണർക്കായി ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ബോധവൽക്കരണ സെമിനാർ നടത്തപ്പെട്ടു. ഡി ആകാംക്ഷ സെമിനാറിന് നേതൃത്വം നൽകി. മല്ലേല വഴിപ്പേം ഗ്രാമത്തിലെ 30-ലധികം പേർ സെമിനാറിൽ പങ്കെടുത്തു. ക്രമീകരണങ്ങൾക്ക് ഫാദർ സാമുവൽ ദാര, സിസ്റ്റർ സൗമ്യ DM, സിസ്റ്റർ അന്ന തോമസ് DM, ഡി ആകാംക്ഷ, പാസ്റ്റർ ഡി പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. ധന്യൻ ആർച്ച് ബിഷപ്പ് മാറിവാനിയോസ് ക്വിസ് മത്സരവും കൂദാശ ഗാന മത്സരവും നടത്തപ്പെട്ടു. MCYM ബത്തേരി ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ധന്യൻ ആർച്ച് ബിഷപ്പ് മാറിവാനിയോസ് അനുസ്മരണ ക്വിസ് മത്സരവും കൂദാശ ഗാന മത്സരവും ഓഗസ്റ്റ് 2-ന് ബത്തേരി മാർ ബസേലിയോസ് B.Ed കോളേജിൽ വെച്ച് നടത്തപ്പെട്ടു. ഫാദർ തോമസ് പുനമടത്തിൽ, ഫാദർ വർഗീസ് കണിയാമ്പറമ്പിൽ എന്നിവർ ക്വിസ് മത്സരത്തിന് നേതൃത്വം നൽകി. ക്വിസ് മത്സരത്തിൽ നിലമ്പൂർ മേഖല 1-ാം സ്ഥാനവും മാനന്തവാടി മേഖല 2-ാം സ്ഥാനവും എടക്കര മേഖല 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. തുടർന്ന് നടന്ന കൂദാശഗാന മത്സരത്തിൽ ഫാദർ തോമസ് ചെറുതോട്, സിസ്റ്റർ ജോയ്സ് DM എന്നിവർ വിധികർത്താക്കളായിരുന്നു. മത്സരത്തിൽ ബത്തേരി മേഖല 1-ാം സ്ഥാനവും മാനന്തവാടി മേഖല 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. വൈദിക ദിനം ആഘോഷിച്ചു. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളിനോടനുബന്ധിച്ച് MCYM ബത്തേരി ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 3-ന് ഗുരുകുലം സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥികളോടുകൂടി എ ഡേവിഡ് സെമിനാരിയൻസ് എന്ന പേരിൽ വൈദിക ദിനം ആഘോഷിച്ചു. ഫാദർ ചാക്കോ മാടവന സ്വാഗതം ആശംസിച്ചു. ഭദ്രാസന ഡയറക്ടർ ഫാദർ ജോൺ വെളിയിൽ, ഭദ്രാസന പ്രസിഡന്റ് ശ്രീ എബി എബ്രഹാം, ഫാദർ ജോൺ തളിക്കുന്നേൽ എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് വൈദിക വിദ്യാർത്ഥികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ കോർത്തിണക്കി സ്കിറ്റ് അവതരിപ്പിക്കുകയും ചെയ്തു. അർദ്ധവാർഷിക സെനറ്റ് സമ്മേളനം നടത്തപ്പെട്ടു.
MCYM ബത്തേരി ഭദ്രാസനത്തിന്റെ 2025 വർഷത്തെ അർദ്ധവാർഷിക സെനറ്റ് സമ്മേളനം ഓഗസ്റ്റ് 2 ബത്തേരി മാർ ബസേലിയോസ് BEd കോളേജിൽ വെച്ച് നടത്തപ്പെട്ടു. ഭദ്രാസന പ്രസിഡന്റ് ശ്രീ എബി എബ്രഹാം അധ്യക്ഷത വഹിച്ച സമ്മേളനം ബത്തേരി ഭദ്രാസന വികാരി ജനറൽ ഫാദർ ഡോക്ടർ ജേക്കബ് ഓലിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന ജനറൽ സെക്രട്ടറി അഞ്ജിത റജി സ്വാഗതം ആശംസിക്കുകയും ഡയറക്ടർ ഫാദർ ജോൺ വെളിയിൽ ആമുഖ സന്ദേശം നൽകുകയും ചെയ്തു. ഭദ്രാസന ജനറൽ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിക്കുകയും സഭാതല വൈസ് പ്രസിഡന്റ് ശ്രീ ക്രിസ്റ്റി വർഗീസ് ഭദ്രാസന റിപ്പോർട്ട് വിശകലനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഭദ്രാസനത്തിന്റെ പുതിയ എക്സിക്യൂട്ടീവ് മെമ്പർമാരായി ബത്തേരി മേഖലയിലെ സ്റ്റെറിൻ അബ്രഹാം, കൽപ്പറ്റ മേഖലയിലെ അക്ഷയ് എന്നിവരെ തെരഞ്ഞെടുത്തു. ക്രമീകരണങ്ങൾക്ക് ഭദ്രാസന സമിതി നേതൃത്വം നൽകി. MCYM പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ 2025 വർഷത്തെ അർദ്ധവാർഷിക സെനറ്റ് സമ്മേളനം ഓഗസ്റ്റ് 3 കടമനിട്ട സെയിന്റ് ജോൺസ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ഭദ്രാസന ആനിമേറ്റർ സിസ്റ്റർ ജോവാൻ SIC പതാക ഉയർത്തി സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. ഭദ്രാസന പ്രസിഡന്റ് ശ്രീ ബിബിൻ എബ്രഹാം അധ്യക്ഷത വഹിച്ച സമ്മേളനം മിജാർ ഏഷ്യ പ്രതിനിധിയും KCYM മുൻ സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ ബിജോ പി ബാബു ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന ജനറൽ സെക്രട്ടറി ശ്രീ സുബിൻ തോമസ് സ്വാഗതം ആശംസിച്ചു. ഭദ്രാസന ഡയറക്ടർ ഫാദർ ജോ പതാലിൽ ആമുഖ സന്ദേശം നൽകി. കടമനിട്ട യൂണിറ്റ് ഡയറക്ടർ ഫാദർ വർഗീസ് വിളയിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് 5 വൈദിക ജില്ലകളുടെ റിപ്പോർട്ടും ഭദ്രാസന സമിതിയുടെ റിപ്പോർട്ടും അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്തു. തുടർന്ന് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരെ നടന്ന അതിക്രമങ്ങൾ, അന്യായമായ തുറുങ്കിലടക്കൽ എന്നിവയ്ക്കെതിരെ പ്രമേയം പാസാക്കുകയും ചർച്ചകൾ നടത്തപ്പെടുകയും ചെയ്തു. വിവിധ വൈദിക ജില്ലകളിൽ നിന്നായി 60ഓളം യുവജന നേതാക്കന്മാർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ക്രമീകരണങ്ങൾക്ക് പത്തനംതിട്ട വൈദിക ജില്ലാ സമിതി നേതൃത്വം നൽകി. അപ്രീസിയേഷൻ അവാർഡ് കരസ്ഥമാക്കി. മാർത്താണ്ഡം ഭദ്രാസനത്തിന്റെ കീഴിലുള്ള മരണാസന്നരായ വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്ന ഷാലോം ഹോം എന്ന സ്ഥാപനത്തിൽ നിസ്വാർത്ഥമായി സേവനം ചെയ്യുകയും രോഗികളെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന സിസ്റ്റർ റോസ് ജോർജ് DM-ന് ഡോക്ടേഴ്സ് ഡേയോടനുബന്ധിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മാർത്താണ്ഡം ബ്രാഞ്ച് അപ്രീസിയേഷൻ അവാർഡ് നൽകി ആദരിച്ചു. നിര്യാതനായി. ബദനി മെഷിഹാനുകരണ സന്യാസ സമൂഹം തിരുവനന്തപുരം നാലാഞ്ചിറ നവജീവൻ പ്രൊവിൻസിലെ ബ്രദർ എബ്രഹാം ഷിൻസ് ഇടത്തറ OAC നിര്യാതനായി. 29 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷ ഓഗസ്റ്റ് 4 പത്തനംതിട്ട ഭദ്രാസനാധ്യക്ഷൻ അഭിമന്യ സാമുവൽ മാർ ഐറേനിയസ് മെത്രാപ്പോലീത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നാലാഞ്ചിറ നവജീവൻ പ്രൊവിൻസ് സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെട്ടു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.